കണ്ണൂർ ധർമ്മടത്തെ ബി.ജെ.പി. പ്രവർത്തകന്റെ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് റിപ്പോർട്ട്. കൊലയ്ക്ക് പിന്നിൽ സ്വത്ത് തർക്കം. ഇത് സംബന്ധിച്ച് ധർമ്മടം പോലീസിൽ കേസ് നിലവിലുള്ളതായും റിപ്പോർട്ടുണ്ട്. വിശദാംശങ്ങളുമായി പി.വി. കുട്ടൻ ചേരുന്നു. കുട്ടൻ, ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എങ്ങനെയാണ്? കേസ് നിലനിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കൊലപാതകം നടന്നിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു അന്വേഷണമാണോ പോലീസ് നടത്താൻ പോകുന്നത്? പ്രജേഷ്, ധർമ്മടം മണ്ഡലൂരിലെ ബി.ജെ.പി. പ്രവർത്തകനായ സന്തോഷിന്റെ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന സൂചന, അത്തരമൊരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 11:00 സംഭവം നടന്നത്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് രാഷ്ട്രീയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബി.ജെ.പി. ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ കലോത്സവം ഉൾപ്പെടെ നടക്കുന്ന ഘട്ടത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തതും അതിന്റെയൊക്കെ ആ ലക്ഷ്യം മുൻനിർത്തിയാണ്. എന്നാൽ ഈ ഘട്ടത്തിലാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. സന്തോഷിന്റെ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും ഇത് വ്യക്തിവൈരാഗ്യം മൂലം അതുപോലെ തന്നെ കുടുംബ പ്രശ്നവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സന്തോഷിന്റെ ഭാര്യയ്ക്കുമെതിരെ നേരത്തെ തന്നെ കഴിഞ്ഞ നവംബറിൽ ഭാര്യയുടെ സഹോദരി പ്രേമയും ഭാര്യ വീട്ടുകാരും ധർമ്മടം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവർ രണ്ടുപേരും, സന്തോഷും ഭാര്യയും ചേർന്ന് ഭാര്യ വീട്ടുകാരെ ആക്രമിച്ചു എന്ന തരത്തിലുള്ള പരാതിയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 1224/2016 എന്ന ക്രൈം നമ്പറിൽ സന്തോഷിനെതിരെ ധർമ്മടം പോലീസിൽ കേസുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ധർമ്മടം പോലീസ് സന്തോഷിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടി അന്ന് ബി.ജെ.പിയുടെയും RSSന്റെയും പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. ആ ഘട്ടത്തിൽ അണ്ടല്ലൂരിലെ സന്തോഷിന്റെ ബന്ധുക്കൾ കൂടിയായ CPIM പ്രവർത്തകരാണ് സന്തോഷിനെ ജാമ്യത്തിലിറക്കി പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും വ്യവഹാരങ്ങളും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഈ കൊലപാതകം ഒരുപക്ഷെ അതിന്റെ തുടർച്ചയാണോ എന്നുൾപ്പെടെയുള്ള സംശയങ്ങളുണ്ട്. ഈ രീതിയിലേക്കും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കൊലപാതകത്തിനിടയാക്കിയത് മാരകമായ മുറിവല്ല എന്നും രക്തം വാർന്നാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ഭാര്യയും മക്കളും, സന്തോഷിന്റെ ഭാര്യയും മക്കളും വീട്ടിലുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഈ ശരീരത്തിൽ വെട്ടേറ്റ് അവിടെ നിന്നും രക്തം വാർന്നതിനെ തുടർന്നാണ് മരണം എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ പൊതുവിൽ ഈ വിവരങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിൽ പല വിധത്തിലുള്ള ദുരൂഹതകളും ഉണരുന്നുണ്ട്. പ്രജീഷ്, പി.വി. കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്.